അല്ലാഹുവിന്റെ പേര് പറയപ്പെടുമ്പോ, അല്ലാഹുവിന്റെ പേര് പറയപ്പെടുന്ന സമയത്ത് അല്ലാഹുവിന്റെ പേരിനോട് കൂടെ ചേർക്കപ്പെടുന്നൊരു പേരുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പറയുകയാണ്, അത്തിഉല്ലാഹ്, വഴിപ്പെടണേ. നിങ്ങൾ വഴിപ്പെടേണ്ടത് അല്ലാഹുവിനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്നവനായ അല്ലാഹുവിനെ നിങ്ങൾ വഴിപ്പെടണേ. പോരാ, റബ്ബിന് മാത്രം വഴിപ്പെട്ടാൽ അവൻ വിജയിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂലിനും വഴിപ്പെടണം. ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്, അത്തിഉല്ലാഹ് വഅത്തിഉർ റസൂൽ. നമ്മുടെ ഈ ഉമ്മത്ത് ഒരാള് മുസ്ലിമാകണമെങ്കിൽ, ഇസ്ലാമിന്റെ ഐഡന്റിറ്റി ലഭിക്കണമെങ്കിൽ അവൻ അല്ലാഹു ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. കൂടവൻ പറയണം, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണം. അപ്പൊ അല്ലാഹുവിനെ എവിടെ പറയുന്നുണ്ടോ അവിടൊക്കെ മുത്തുനബിയും പറയുന്നു. ഇത് അല്ലാഹുവിന്റെ സ്നേഹമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഖുർആനിലെ സൂറത്തുൽ ളുഹ, ആ സൂറത്തുൽ ളുഹ എന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. വല്ലുഹ വല്ലൈലി ഇദാ സജാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറച്ച് ദിവസം വഹി നിലച്ചപ്പോ മക്കയിലുള്ള എല്ലാവരും കുറ്റം പറഞ്ഞു, മുഹമ്മദിനെ അല്ലാഹ് കൈയൊഴിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബ് പിണങ്ങി. ഈ മക്കയിൽ പുതിയതായി വന്ന ഈ പ്രവാചകരെ അവന്റെ അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അല്ലാഹു കൈയൊഴിഞ്ഞു എന്ന് എല്ലാവരും, പ്രത്യേകിച്ച് മുനാഫിഖീങ്ങളടക്കം ആക്ഷേപിച്ചപ്പോ, കുറ്റപ്പെടുത്തിയപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ 40 ദിവസങ്ങൾക്ക് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, വല്ലുഹാ വല്ലൈലി ഇദാ സജാ. വല്ലുഹാ മധ്യാഹ്നത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, ഇരുൾ മുറ്റിയ രാവിനെ തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയേ, ഈ മക്കയിലുള്ളവർ, ഈ മക്കത്തുള്ള മുനാഫിഖീങ്ങൾ പറയുന്നത് പോലെ റബ്ബ് തങ്ങളെ കൈവെടിഞ്ഞിട്ടില്ല നബിയേ, തങ്ങളോട് പിണങ്ങിയിട്ടില്ല നബിയേ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, തങ്ങളോട് പിണങ്ങിയിട്ടില്ല നബിയേ. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. തങ്ങളെ തൃപ്തിപ്പെടുന്നത് വരെ, തങ്ങളെ ഇഷ്ടപ്പെടുന്നത് വരെ, തങ്ങൾ പൊരുത്തപ്പെടുന്നത് വരെ തങ്ങൾക്ക് നമ്മൾ നൽകും നബിയേ. കയ്യും കണക്കുമില്ലാതെ നൽകും നബിയേ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബിയോട് പറഞ്ഞപ്പോ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റുമരിക്കുമ്പോഴാണ് മുത്തുനബി പറഞ്ഞു, ലാ അർളാ, ഞാൻ പൊരുത്തപ്പെടൂല, ഞാൻ തൃപ്തിപ്പെടൂല. വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു ഉമ്മത്തീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനെങ്ങാനും നരകത്തിലുണ്ടെങ്കിൽ റബ്ബേ എനിക്ക് തൃപ്തിയില്ല, എനിക്ക് പൊരുത്തമില്ല. വലിയ
വെളിയങ്കോടുള്ളൊരു മുഅ്മിനായ മനുഷ്യൻ നരകത്തിൽ കിടക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ മനസ്സ് പിടക്കുന്നുണ്ട്. അള്ളാഹുവിനോട് മുത്തുനബി പറയുന്നു, ഞാൻ തൃപ്തിപ്പെടൂല റബ്ബേ, ഈ വെളിയങ്കോട് പരിസരത്തോ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലോ എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയെങ്ങാനും നരകത്തിലുണ്ടെങ്കില് എനിക്ക് പൊരുത്തമില്ല അല്ലാ. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ സ്വഹാബത്ത് പറയുകയാണ്, ഈ ആയത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത്.